ഭാഷയില്ലാതെ ശുശ്രൂഷ ഉണ്ടോ? ഉണ്ട്. ശുശ്രൂഷയ്ക്ക് മുഴുവൻ ഭാഷ വേണ്ട. രണ്ട് തരം ശുശ്രൂഷകളാണെന്ന് സാധാരണ പറയും. സ്പോക്കൺ മിനിസ്ട്രി, സംസാരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ. ഡൂയിങ് മിനിസ്ട്രി, ചെയ്യുന്ന ശുശ്രൂഷകൾ. അപ്പോൾ രണ്ട് തരമുണ്ട്. എങ്കിലും ഭാഷ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പാട്ടും പ്രസംഗവും പ്രാർത്ഥനയും ബുദ്ധിയുപദേശം അല്ലെങ്കിൽ കൗൺസിലിങ്ങും അങ്ങനെയുള്ള ഒരുപാട് സുവിശേഷം പറയുന്നതും എല്ലാം വരും ഭാഷ ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് ഭാഷയ്ക്കുള്ള പ്രാധാന്യം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എല്ലാവരും ഭാഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നമ്മളുടെ ഭാഷ എന്ന് പറയുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഭാഷ മലയാളമാണ്. മലയാളത്തിലാണ് ഭൂരിപക്ഷം ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്നത്. എങ്കിലും കേരളത്തിൻ്റെ ഔദ്യോഗികമായ നയമനുസരിച്ച് എത്ര ഭാഷകളാണ്? 3 ഭാഷയാണ് അല്ലേ? മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, പിന്നെ ഹിന്ദിയോ സംസ്കൃതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 3 ഭാഷാ പദ്ധതി, അതാണ് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന പദ്ധതി. അത് ഇക്കാലങ്ങളിൽ കൂടുതൽ പ്രായോഗികമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ സഭകളിൽ മിക്കവാറും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ശുശ്രൂഷകളും മലയാളത്തിൽ മാത്രം ഒതുക്കുന്നത് ഒരുപക്ഷെ പണ്ടേ തന്നെ അല്പാൽപ്പം മാറ്റേണ്ടതായിരുന്നു. നമ്മുടെ പിള്ളേർ തന്നെ അധികം പേരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഒരു പാട്ടൊക്കെ പാടി ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ, കാരണം 6 ദിവസവും ഇത് തന്നെ ഇംഗ്ലീഷിലല്ലേ കേൾക്കുന്നത്. സ്ട്രിക്റ്റായിട്ടുള്ള സ്കൂളാണെങ്കിൽ ഇംഗ്ലീഷേ പറയാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മുടെ ശുശ്രൂഷകളിൽ ആവുന്നത് പോലെയൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം കൊണ്ട് നേടാനുള്ളത് അതിൽ വലിയൊരു ഭാഗം ഉത്തരേന്ത്യയാണ്. അവിടെ ഒറ്റ ഭാഷയല്ലെങ്കിലും ഹിന്ദിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ. ഹിന്ദിയും കൊണ്ട് പോയാൽ ഒരുവിധം എല്ലായിടത്തും നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഭാഷ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ അതിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആവശ്യമനുസരിച്ച് നമ്മുടെ കഴിവനുസരിച്ച് ഈ 3 ഭാഷകളും വശത്താക്കാൻ ശ്രമിക്കുന്നത് അഭിലഷണീയമായ കാര്യമാണ്. എങ്കിലും ഞാൻ ഇന്ന് പറയാൻ അധികം ആഗ്രഹിക്കുന്നത് മലയാളത്തെക്കുറിച്ച് തന്നെയാണ്. മലയാളത്തിലാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും അധികം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുക, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ അത്രയും വലിയ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരും വേറെ ഒരു ഭാഷയിലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ പറയുന്ന നാം ഭാഷയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല മികവിൽ തന്നെയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാഷയിൽ നല്ല നിലവാരം പുലർത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശുശ്രൂഷകൾ ചെയ്യുന്നവർ അതിനുള്ളൊരു പ്രത്യേക ശ്രമം നടത്തണം. ഒരു ഭാഷ വിരോധിയായിട്ടിരിക്കരുത് എന്ന് ഞാൻ മിനിമം പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ചിലരെങ്കിലും അങ്ങനെ ഭാഷയിൽ ഒരു താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഭാഷയിൽ താല്പര്യം കാണുകയില്ല. പലർക്കും പല അല്ലേ, ആർട്സാണോ സയൻസാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ കുട്ടികളോട്. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങളുണ്ട്, അത് നമ്മൾ മാനിക്കണം. കാരണം എല്ലാവരും ഒരുപോലെയല്ല കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും പൊതുവിൽ വിശ്വാസികളായ നാം, ദൈവ ശുശ്രൂഷ ഏറ്റിരിക്കുന്നവരായ നമ്മൾ
നമ്മുടെ ഭാഷയെക്കുറിച്ച് ബോധമുള്ളവരും പ്രാധാന്യം കൽപ്പിക്കുന്നവരും ആയിരിക്കണം. ഭാഷയിൽ നല്ല നിലവാരം പുലർത്തുവാൻ ശ്രമിക്കണം. ഞാനിത് പറയുമ്പോൾ നല്ല സുന്ദരമായ ഉന്നതമായ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും നാം ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കഴിവിനും ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ പരിശ്രമത്തിൻ്റെയും ഫലമായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാൻ, പ്രാർത്ഥിക്കാൻ, പാട്ടുകളിലും ഒക്കെ അങ്ങനെ ആയിരിക്കുവാൻ ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടത് തീർച്ചയായിട്ടും വളരെ യുക്തിസഹമായ കാര്യമാണ് എന്ന് ധൈര്യമായി പറഞ്ഞുകൊള്ളുകയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ക്രിസ്തീയ മാർഗത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ചെന്ന് ഈ മിഷണറിമാരാണ്, ക്രിസ്തീയ ധർമ്മപ്രചാരകരാണ് യഥാർത്ഥത്തിൽ അനേകം ചത്തുകിടന്ന ഭാഷകളെ ജീവിപ്പിച്ചു കൊണ്ടുവരികയും ഒരു കെട്ടുപാടൊന്നുമില്ലാതെ കിടന്നിരുന്ന ഭാഷകൾക്ക് നല്ല രൂപം നൽകി അതിനെ നന്നാക്കി എടുക്കുകയും ഒക്കെ ചെയ്തത്. നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ആധുനിക മലയാളത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ആരാ? എഴുത്തച്ഛനാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിനി എടുത്തത് വേറെ ആർക്കൊന്നും കൊടുക്കണ്ട. എങ്കിലും നമുക്കറിയാം, ഇവിടെ ഒരു നിഘണ്ടു ഉണ്ടാക്കുകയും ഇവിടുത്തെ ഭാഷകളെ നന്നായി പഠിക്കുകയും ആധുനികവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത് വന്നത് നമ്മുടെ മിഷണറിമാരായ, ക്രിസ്ത്യൻ മിഷണറിമാരായ ദേവദാസന്മാരാണ്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ വിദേശത്ത് നിന്നൊരാൾ വന്ന് നമ്മുടെ ഭാഷ എത്ര നന്നാക്കിയാലും അയാൾ നമുക്ക് നമ്മുടെ ഭാഷാ പിതാവെന്നൊന്നും പറയാൻ അല്ലേ, എനിക്ക് തന്നെ ഇഷ്ടമില്ല. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതേസമയം മറ്റത് മറന്നു പോകാൻ പാടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ മക്കളെ വിളിച്ച് ലോകത്തിന് ഒരു സന്ദേശം നൽകാനായി ദൈവം അവരെ ആ സന്ദേശം ഏൽപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി കൊടുത്തു. അപ്പോൾ ഭാഷ അവിടെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരികയാണ് ചെയ്തത്. ഞാൻ പാലക്കാട് എൻ്റെ കൂടെ പഠിച്ച മെഡിസിന് പഠിച്ച ഒരു സുഹൃത്ത് ഇപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലക്കാട് ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാനൊരിക്കൽ അദ്ദേഹത്തിന് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോസഫിനെ കാണാറേ ഇല്ലല്ലോ. പിന്നെ ജോസഫിൻ്റെ വിശേഷമൊക്കെ ഞാൻ അറിയാറുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ, എൻ്റെ അടുത്ത് നിൻ്റെ ആ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള ഒരുപാട് പേരിവിടെ കണ്ണ് ചികിത്സയ്ക്ക് വരാറുണ്ട്. എന്താ അവിടെ? ഞാനങ്ങനെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ അവൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനു മുമ്പ് തന്നെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ആളുകൾ ഈ ബൈബിൾ വായിക്കുന്നവരല്ലേ, ബൈബിളിലെ ചെറിയ അക്ഷരങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരാദ്യം വരും കണ്ണ് ചികിത്സകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്ത് നല്ല സാക്ഷ്യമാണ് ദൈവം മക്കളെ സംബന്ധിച്ച്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ സാധ്യത ഉള്ളത്. എൻ്റെ അനുഭവത്തിൽ വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഏതോ സമയത്ത് ഈ ഒരു പന്മന രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കൊല്ലംകാരനായ ഒരു എഴുത്തുകാരനുണ്ട്. നായരാന്ന് തോന്നുന്നു, പന്മന രാമചന്ദ്രൻ നായരെന്നോ മറ്റോ ആണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മലയാളം ഭാഷയോട് എനിക്ക് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം ആ ഗ്രന്ഥകർത്താവിനൊരു കത്തെഴുതി. അപ്പം ഈ ഫോണും മറ്റുമുള്ള കാലമല്ല, ഞാനൊരു കത്ത് അങ്ങോട്ട് എഴുതി. ഞാൻ എഴുതിയതിൻ്റെ സാരം ഇതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, മലയാളം നന്നാവണമെങ്കിൽ നല്ല മലയാളം ഇടയ്ക്ക് നന്നായി പതിവായി വായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതാണ് ചോദിച്ചത്. അപ്പം നല്ല മലയാളം പതിവായി വായിക്കാനുള്ള ഒരു പീരിയോഡിക്കൽ, ഒരു മാസികയോ എന്തെങ്കിലും അദ്ദേഹം ആഴ്ചപ്പതിപ്പോ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാൻ എഴുതിയത്. അദ്ദേഹം തിരിച്ച് മറുപടി എഴുതി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാർഡിലാണ് മറുപടി എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പേര് വായിക്കുമ്പോൾ താങ്കളൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ താങ്കളുടെ കയ്യിൽ തീർച്ചയായിട്ടും മലയാളം ബൈബിൾ കാണും. നിങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയ പുസ്തകം അത് തന്നെയാണെന്ന്.
എന്തൊരു സാക്ഷ്യമാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ മലയാളം ബൈബിളിൽ, സത്യവേദ പുസ്തകം എന്ന് പറയുന്ന മലയാളം ബൈബിളിൽ ചില അക്ഷരപ്പിശകുകളും ഒക്കെ ഇല്ലാതില്ല. പഴയ എന്താ പറഞ്ഞ കാലഹരണപ്പെട്ട ചില യുക്തികളും ഇല്ലാതില്ല. അതിപ്പോൾ ഒക്കെ കുറച്ച് മാറ്റിയിട്ടുമുണ്ട്. എങ്കിലും നോക്കുമ്പോൾ വ്യാകരണം സംബന്ധിച്ചും എല്ലാ നിയമങ്ങളും സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല മലയാളമാണ് നമ്മുടെ ബൈബിളിലുള്ളത്. അപ്പോൾ അതൊരുപാട് വായിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ക്രിസ്തുവിശ്വാസികൾ ഭാഷയ്ക്ക്, മലയാളികളാകുമ്പോൾ മലയാളത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആകണം. ആ ഒരു പാരമ്പര്യം നമുക്കുള്ളത് നിലനിർത്തണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ നല്ല മലയാളം അല്ലെങ്കിൽ നല്ല ഭാഷ പഠിക്കുന്നതിന് എന്താ നമ്മുടെ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? വേറൊന്നുമല്ല, നമുക്ക് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആ സന്ദേശം, ആ ദൂത് ഏറ്റവും വ്യക്തമായി, ഏറ്റവും ലളിതമായി, ഏറ്റവും സുഗ്രാഹ്യമായ രീതിയിൽ കേൾവിക്കാരെ ധരിപ്പിക്കണം. അതിനാണ് ഈ ഭാഷയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഭാഷയില്ലാതെ പറ്റുകയില്ല. എന്നാൽ ആ ഭാഷ നല്ല ഭാഷയാകുമ്പോൾ ഈ കാര്യം നന്നായി നടക്കും. പറയുന്ന ആൾ പറയുന്ന കാര്യം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമെന്ന് മാത്രമല്ല, എളുപ്പത്തിൽ മനസ്സിലാകും. തെറ്റുകൂടാതെ സൂക്ഷ്മമായി മനസ്സിലാകും. നമുക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് തെറ്റുകൂടാതെ മനസ്സിലാക്കുവാൻ, അതിനൊക്കെയാണ് നമ്മൾ ഈ ഭാഷ പഠിക്കണം, ഭാഷ നന്നാക്കണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുക എന്നുള്ളത്, അത് പറയുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഒരു ശ്രമകരമായ കാര്യമാണ്. അതേസമയം തന്നെ അത് കേട്ടിരിക്കുക എന്നുള്ളത് അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കേൾക്കുന്ന ആളുകൾ പലപ്പോഴും ഉറങ്ങിപ്പോവുകയും ശ്രദ്ധ മാറിപ്പോവുകയും നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവരെ ഒരു തെറ്റായ ഭാഷ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നവരെ നമ്മൾ ശല്യപ്പെടുത്തുകയാണ്, ഉപദ്രവിക്കുകയാണ്. ശരിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പറയാതിരിക്കുമ്പോൾ. ഞങ്ങൾ ഈ ഹിന്ദി സംസാരിക്കുന്നവരുടെ ഇടയ്ക്ക് പോയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഞാൻ അവിടെ ചെന്ന ആദ്യ സമയങ്ങളിലൊക്കെ അവിടെയുള്ള പ്രത്യേകിച്ച് മലയാളികളായിട്ട് അവിടെ ചെന്ന് സുവിശേഷം പറയുന്ന ആളുകൾ ദീർഘകാലങ്ങളിൽ ഞങ്ങൾക്ക് മുമ്പേ ഉള്ളവരെ ചിലരെയൊക്കെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലരും മലയാളികളായ പലരും അവിടെ പോയി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ദൈവം അവരെ ഉപയോഗിക്കുകയും സഭകളുണ്ടാകുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിലും അതിൽ മിക്ക പേരും, ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന വെച്ച് നോക്കിയാൽ ഭൂരിഭാഗം പേരും പറയുന്ന ഹിന്ദി എന്ന് പറയുന്നത്, ഹിന്ദിയാണല്ലോ അവിടുത്തെ, ഹിന്ദി എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു രീതിയിലാണ് അവർ പറയുന്നത്. കാരണം ഈ മലയാളത്തിൻ്റെ, നമ്മൾ മലയാളം പഠിച്ചു പോയവരല്ലേ, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണല്ലോ. അതുകൊണ്ട് വേറെ ഭാഷകൾ പഠിക്കുമ്പോൾ രണ്ടാമത് പഠിക്കുന്ന ഭാഷകളിൽ ഈ ആദ്യം പഠിച്ച മാതൃഭാഷയുടെ സ്വാധീനം ഉണ്ടാകുന്നത് ലോകത്തിലെല്ലായിടത്തും ഉള്ളതാണ്, സ്വാധീനമാണ്. അതുകൊണ്ടാണ് മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ എന്ത് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്? മംഗ്ലീഷ്, മല്ലു ഇംഗ്ലീഷ് എന്നൊക്കെ അവർ പറയും. എത്ര നമ്മൾ പറഞ്ഞാലും നല്ല പരിചയവും അറിവുള്ള ആളാണെങ്കിൽ മലയാളി അല്ലേ എന്ന് ചോദിക്കും. ഇംഗ്ലീഷാണ് പറയുന്നത്. ഹിന്ദി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വളരെ ലളിതമായ വ്യാകരണ പെശകളൊക്കെ വരുത്തി സംസാരിക്കുവാനിടയാകുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിലൊക്കെ നിന്ന് വലിയ കൂട്ടങ്ങളുടെ 100ഉം 1000ഉം പേരുള്ള കൂട്ടങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രധാന പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും വളരെ ലളിതമായ തെറ്റുകൾ വരുത്തുമ്പോൾ നമ്മൾ അങ്ങനെ വരുത്തരുത്. എന്തോ ചുരുങ്ങിയതാ കേൾക്കുന്ന ആളുകളോടൊരു കരുണ കാണിക്കണം. അവരിത് കേട്ടിരിക്കണ്ടേ, അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭാഷ പറഞ്ഞാൽ അത് മലയാളമായാലും ഇംഗ്ലീഷായാലും ഏതായാലും കേട്ടിരിക്കുന്നവർക്കത് പ്രയാസം വരികയില്ലെന്ന് മാത്രമല്ല ആസ്വാദ്യകരമായിരിക്കും. അങ്ങനെയുള്ളവർ പറയുന്നത് പിന്നെയും കേൾക്കാനായിട്ട് ആളുകൾ ശ്രമിക്കും. സുകുമാർ അഴീക്കോടും മറ്റും പ്രസംഗിക്കുമ്പോൾ അവിടെ കേൾക്കാൻ പോകുന്നത് സുകുമാർ അഴീക്കോടിൻ്റെ
എന്താ പറയുന്നത്, ദാർശനികതയെ മാനിക്കുന്ന ആളുകൾ മാത്രമല്ല, ഭാഷാസ്നേഹികൾ, വെറുതെ ഇരിക്കുന്നവർ, ചുമ്മാ ഇരുന്ന സമയം കളയുന്നവർ അവിടെ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ അത് കേൾക്കാൻ അവർക്ക് വലിയ രസമാണെന്നാണ് പറയുന്നത്. ഞാൻ അധികം കേട്ടിട്ടില്ല, എങ്കിലും യൂട്യൂബിലൊക്കെ കുറച്ച് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾവിക്കാരെ ഓർത്തെങ്കിലും നമ്മൾ വചനം ഉപയോഗിക്കുന്നവർ ഭാഷ നന്നാക്കാൻ ശ്രമിക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്ങനെയാണ് നമ്മുടെ ഭാഷ എങ്ങനെയാണ് നന്നാക്കാൻ സാധിക്കുന്നത്? എന്ത് ചെയ്യാം? ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരുപോലെ എത്ര ശ്രമിച്ചാലും എല്ലാവരും ഒരുപോലെ ഭാഷയിൽ പ്രാവീണ്യം നേടുകയില്ല. അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞത് നിരാശപ്പെടാതിരിക്കാനാണ്. എല്ലാവർക്കും ഒരുപോലെ ആകാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, വേറൊരാളെപ്പോലെ ആകാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കാനും പാടില്ല, ശ്രമിക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഭാഷ ഭംഗിയാകുന്നത്, നമ്മുടെ ഭാഷ ആസ്വാദ്യകരമാകുന്നത് സംസാരിക്കുന്ന ആൾ ഏത് പ്രദേശക്കാരനാണ് അതിൻ്റെയൊക്കെ ഒരു തനിമ അതിൽ വരുമ്പോഴാണ്. വേറെ ആരെയൊക്കെ അധികം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്രിമത്വമാണ് വരുന്നത്. അപ്പോൾ അത് വലിയ വിജയം ഉണ്ടാക്കുന്ന കാര്യമാകുകയില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള കഴിവിനെ മാക്സിമം ഭാഷയുടെ മേഖലയിൽ നന്നാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വേറെ നമ്മുടെ ഒരു കൃഷ്ണൻകുട്ടി സഹോദരനൊക്കെ ഉണ്ടായിരുന്നല്ലോ, തിരുവട്ടാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ തന്നെ പ്രസംഗിക്കാൻ ശ്രമിക്കുകയും ഒരളവിലൊക്കെ വിജയിക്കുകയും ചെയ്ത ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് നല്ലതാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അവരവരുടെ തനിമ നിലനിർത്തി തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോരുത്തർക്കും ഭാഷ പഠിച്ച് അവരവരുടെ ശൈലിയിൽ അവരവർ വളരെ എന്താണ് പറയുന്നത്, നാച്ചുറൽ, സ്വാഭാവികമായ രീതിയിൽ അത് പറയുമ്പോൾ അതിനൊരു ഭംഗി വേറെയാണ്. അത് നമ്മുടെ വ്യക്തിത്വവുമായി കലർന്ന ഒരു കാര്യമായി വരുമ്പോൾ ആ ഒരു ഭംഗിയാണ് യഥാർത്ഥത്തിലുള്ള ഭംഗി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം മലയാളത്തെക്കുറിച്ച് ഏത് ഭാഷയെക്കുറിച്ചും പറയാനുള്ളത്, ഈ ഭാഷകൾക്കൊക്കെ ഉപഭാഷകളുണ്ട് എന്ന് പറഞ്ഞാൽ അല്പാൽപ വ്യത്യാസങ്ങളോടുകൂടിയുള്ള ഭാഷാപ്രയോഗങ്ങളുണ്ട്. അതിപ്പോൾ കാസർഗോഡ് മലയാളവും തിരുവനന്തപുരം മലയാളവും ഒന്നല്ലെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അവിടെയൊന്നും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരുപാട് വ്യത്യാസമാണ്. കാസർഗോഡുകാരൻ തനതായ ശൈലിയിൽ മലയാളം പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരന് പോട്ടെ തൃശ്ശൂർക്കാരന് പോലും മനസ്സിലാകുകയില്ല. ബസ്സിൽ കയറാൻ പറഞ്ഞാലും മനസ്സിലാകുകയില്ല, ഇറങ്ങാൻ പറഞ്ഞാലും മനസ്സിലാകുകയില്ല. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇല എറിയുകയല്ല, ചാടുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, നമ്മൾ ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്? കാസർഗോഡൻ ഭാഷ വേണോ, തിരുവനന്തപുരം ഭാഷ വേണോ, തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാലും നല്ല ചിരി വരുന്ന അല്ലേ സ്റ്റൈലൻ ഭാഷകളുണ്ട്. ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്? മലയാളം ഭാഷ സംസാരിക്കാം, അതെ, പത്രഭാഷ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഒരു മലയാളത്തിന് മറ്റ് ഭാഷകളിലെന്ന പോലെ തന്നെ ഒരു മാനക ഭാഷയുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഭാഷ എന്ന് പറയാവുന്ന, തെക്കുമല്ല വടക്കുമല്ല മധ്യമല്ല എല്ലാറ്റിൻ്റെയും കൂടെ അതൊരു മാനക ഭാഷ. അതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അത് ലക്ഷ്യമിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ എഴുത്തിലൊക്കെ എപ്പോഴും അതാണ് നല്ലത്. എഴുതുമ്പോൾ നിങ്ങളൊരു നോവലോ കഥയൊക്കെ എഴുതുകയാണെങ്കിൽ സംഭാഷണങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റി സംസാരിക്കുന്ന ആളുടെ ഭാഷയിൽ ശൈലിയിൽ പറയണം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഒരു മാനക ഭാഷ, പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഡിക്ഷണറിയിലുള്ള വാക്കുകൾ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ പത്രങ്ങളിലൊക്കെ നല്ല സാഹിത്യങ്ങളിൽ കാണുന്ന ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേരളത്തിൽ എവിടുത്തെ ഭാഷയാണ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഭാഷ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉത്തരം പറയുന്നയാൾ ഏത് നാട്ടുകാരനാണോ അത് പറയുമായിരിക്കും. എങ്കിലും കോട്ടയമാണെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്, അതിനൊരു അംഗീകാരം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ മാതൃഭൂമിയും മനോരമയും ഒക്കെ വായിച്ചാൽ അതിലെ ഭാഷാശൈലി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കോട്ടയത്തുകാരുടെ ഭാഷയോടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ട്.
നമുക്ക് സ്റ്റാൻഡേർഡ് ഭാഷ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അങ്ങനെ എല്ലാം കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതിനൊരു ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. അച്ചടി ഭാഷ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഭാഷയാക്കാനാണ് പൊതുവെ എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മളും അങ്ങനെ ചെയ്യണം. എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഭാഷയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഭാഷയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. ഭാഷ എന്ന് പറയുമ്പോൾ അതിൽ വാക്കുകളാണ്. വാക്കുകൾ, പദാവലി, വൊക്കാബുലറി, എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വാക്കിൻ്റെ അർത്ഥം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയായ വാക്കുകൾ, ഈ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളും മറ്റും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് പ്രത്യേകിച്ച് നമ്മുടെ വചന ശുശ്രൂഷയിലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഭാഷയുടെ വേറൊരു കാര്യമുള്ളത് വാക്കുകളുടെ ഉച്ചാരണമാണ്. ഭാഷയിലെ വാക്കുകൾ ഉച്ചരിക്കുന്നതിനും ഒരു മാനകമായ ഉച്ചാരണമുണ്ട്. അത് ശീലിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അതിനാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. പിന്നെ ഭാഷയിൽ നോക്കേണ്ട ഒരു കാര്യം ഈ ശൈലീ പ്രയോഗങ്ങളാണ് ഇഡിയംസ്. ശൈലീ പ്രയോഗങ്ങളാണ് ഭാഷയെ ധന്യമാക്കുന്നത്, സമ്പന്നമാക്കുകയും ഭാഷയെ സുന്ദരമാക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം തന്നെ അങ്ങനെ ഇങ്ങനെയും പറയാം. അപ്പോൾ അതിൽ നല്ല ശൈലീപ്രയോഗങ്ങളുള്ള രീതി പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊരു സുഖവും കാര്യവും മനസ്സിലാകും, ഒരു മടുപ്പും വരികയില്ല. തീർച്ചയായും ഇതിനോടൊപ്പമൊക്കെ നോക്കേണ്ടതായ കാര്യം വ്യാകരണമാണ്. വ്യാകരണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യാകരണം അത് നന്നായി ശ്രദ്ധിച്ച് വ്യാകരണപ്രകാരമുള്ള തെറ്റുകൾ വരുത്താതെ മലയാളം പറയാൻ ശ്രമിക്കുന്നത് ആവശ്യമാണ്. ചിലരൊക്കെ പറയും, എന്തോ ഇതെന്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലായ പോരെ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് പോരാ എന്ന് തോന്നുന്നു. ഈ വ്യാകരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രയോജനമില്ലാത്ത, വെറുതെ പരീക്ഷ എഴുതി പാസ്സാകാനുള്ളൊരു സാധനമല്ല അല്ലേ. ഞാൻ വന്നു എന്ന് പറഞ്ഞാലും, ഞാൻ വരുന്നു എന്ന് പറഞ്ഞാലും, ഞാൻ വരാം എന്ന് പറഞ്ഞാലും ആ വരിക എന്നുള്ള വാക്കിൽ എന്താ വ്യത്യാസം വന്നത്? വ്യാകരണത്തിലല്ലേ വ്യത്യാസം വന്നത്. വ്യാകരണത്തിൽ വ്യത്യാസം വന്നപ്പോൾ അർത്ഥത്തിലും വ്യത്യാസം വന്നില്ലേ? അപ്പോൾ അവിടെ ഒന്ന് തെറ്റിപ്പോയാൽ തെറ്റി. ഇതുപോലാണ് എല്ലാം. അങ്ങനെ തന്നെയാണ്. വ്യാകരണത്തെക്കുറിച്ച് അറിയാതെ ഒക്കെ ഒരുപാട് തെറ്റുകൾ നമ്മൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾ, അതുപോലെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എന്തിനാ നമ്മുടെയൊക്കെ പാഠ്യപുസ്തകങ്ങളിൽ തന്നെ ഒരുപാട് തെറ്റുകൾ, വലിയ പ്രമാദമായ തെറ്റുകളല്ലായിരിക്കാം, എങ്കിലും വ്യാകരണപരമായ തെറ്റുകളുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാനിപ്പോൾ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഭാഷയെക്കുറിച്ച് വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വലിയ ഗംഭീരമായ വാക്യങ്ങൾ പറഞ്ഞ് ആളുകളെ ആകർഷിക്കാൻ സാധിച്ചാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതിനേക്കാൾ പ്രധാനം പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് നന്നായി ആസ്വാദ്യകരമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ പേരെന്താ, കൃഷ്ണൻകുട്ടി സഹോദരൻ അല്ലേ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സഹോദരൻ. ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നതും ഒരു രസം തന്നെയാണ്. അതും ഇതും പറയാറില്ല. ഞാൻ കേട്ടിടത്തോളം താൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് ആ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് കൃത്യമായ പ്രോഗ്രഷനോടുകൂടിയൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരിക്കലൊരു പ്രസംഗം തൻ്റെ പ്രസംഗം ഏറ്റവും സ്വാധീനിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ആയതുകൊണ്ട് ഞാനങ്ങനെ ശ്രദ്ധയോടെ കേട്ടത് ഷൊർണൂരുള്ള ടൗൺ ഹാളിൽ വെച്ചാണ്. അന്ന് അവിടെ ബ്രദറൻകാരെ വിളിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചതാണ്. അതിൽ ഞാനും പോയി കേട്ടു. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ അങ്ങ് പ്രസംഗിച്ചു ഒരൊറ്റ പ്രസംഗത്തിൽ.
അപ്പോൾ 1 മുതൽ 21 അധ്യായം 21 അധ്യായം വരെയുള്ള എല്ലാ വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ ഒരധ്യായത്തിൽ നിന്ന് ഒരു കാര്യം അങ്ങനെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു. എന്തൊരു പ്രസംഗമായിരുന്നു അത്. പക്ഷേ ഞാൻ അന്നേ ചിന്തിച്ചു, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷേ എന്തോ ഈ പറഞ്ഞത് ഒരു പിടി കിട്ടി അത് മനസ്സിൽ നിർത്താൻ ഭയങ്കര വിഷമമാണ്. കാരണം വലിയ മലവെള്ളത്തിൽ ചാട്ടം പോലെയാണ് ഇങ്ങനെ വാക്കുകളുടെ പുറകെ വാക്കുകൾ അങ്ങനെ കലങ്ങി കുലങ്ങി പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിന്ന് അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അതല്ല, നമുക്ക് ആശയം വിനിമയം ചെയ്യുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത് തന്നെ സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പ്രസംഗം മാത്രമല്ല പ്രാർത്ഥനയും ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അതിനകത്തൊക്കെ നമുക്ക് വളരെ പുരോഗമനം, വളരെ കുറച്ചും കൂടെ നന്നായി ചെയ്യാൻ നമുക്ക് സാധിക്കും. കഴിയാവുന്നതും ലളിതമായ ശൈലിയും ചെറിയ വാചകങ്ങളും ഉപയോഗിക്കുന്നതാണ് നല്ലത്. കഴിയാവുന്നതും അതങ്ങനെ ഒരു നിയമമായിട്ടൊന്നുമല്ല. പൗലോസപ്പോസ്തലൻ പോലും എഫെസ്യ ലേഖനത്തിലൊക്കെ വളരെ നീണ്ട വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നൊന്നുമല്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ തെറ്റാകുന്നത് എങ്ങനെയാണ്. എങ്കിലും കഴിയാവുന്നതും ലളിതമായ ചെറിയ വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രസംഗിക്കുകയും ഇനി പ്രസംഗം മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് പോലും ഒരുക്കത്തോടുകൂടെ ചെയ്യണമെന്നാണല്ലോ. എഴുതി പ്രാർത്ഥിക്കുകയും എഴുതി പ്രസംഗിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ അപ്പം മുറിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, അപ്പം മുറിച്ച് കഴിഞ്ഞുള്ള പ്രാർത്ഥന, ഇതൊക്കെ എഴുതി വായിച്ചാൽ ശരിയാവുമോ? നമ്മൾ പൊതുവെ എഴുതി വായിക്കുന്നതിനോട് എതിരാണ്. നമുക്ക് ആരാധനാക്രമങ്ങളൊന്നുമില്ല. എഴുതി വായിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുമോ? എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ നമ്മുടെ സഭകളിലുള്ള അപ്പം മുറിക്കുന്നതിന് മുമ്പുള്ള വീഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയേ, എങ്ങനെ ഇരിക്കും? ഏതാണ്ട് എഴുതി വായിച്ചതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നതിൽ വലിയ തെറ്റുണ്ടോ? കുഴപ്പമുണ്ടോ? പറയുന്നത് ശരിയായിരിക്കണമെന്നല്ലേ ഉള്ളൂ. പറയുന്നത് ആ സന്ദർഭത്തിനനുസരിച്ചായിരിക്കണമെന്നല്ലേ ഉള്ളൂ. തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതേ സാധനം ഒന്ന് എഴുതി വെച്ചാൽ അത് കുർബാനക്രമമായി ആരാധനക്രമമായി തെറ്റായി എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. അത് പ്രാർത്ഥനകൾ എഴുതി എന്നുള്ളതിലല്ല കുഴപ്പം കിടക്കുന്നത്. എന്താണ്? ആ എഴുതിയ പ്രാർത്ഥനകൾ മനസ്സിൽ തട്ടാതെ തത്തമ്മ പറയുന്നത് പോലെ ഉരുവിടുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വളരെ മെച്ചപ്പെടും. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ 1, 4, 2, 3, 4, 5, 10 പ്രാർത്ഥനകളൊന്ന് എഴുതി ഉണ്ടാക്കി നോക്കിയേ. എന്നിട്ടത് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ഒരു ദോഷം വരില്ല. അങ്ങനെയാണ് ഈ സഭാചരിത്രത്തിൽ അങ്ങനെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രാർത്ഥനാ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ പ്രാർത്ഥനകളടക്കം നമ്മൾ പ്രത്യേകിച്ച് സഭയിൽ പൊതുവായ സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി പ്രാർത്ഥിക്കുന്നത്, എഴുതി പറയുന്നത് നല്ലതാണ്. അത് എഴുതുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അതൊരു ഒരു എക്സർസൈസാണത്. അത് ശീലിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രസംഗിക്കാൻ പോകുന്ന കാര്യം, പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം അത് അങ്ങനെ തന്നെ മുഴുവൻ എഴുതുക. അങ്ങനെ നിങ്ങളെപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രമിച്ചു നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ എഴുതി നോക്കുമ്പോൾ പല ഗുണങ്ങളുണ്ട്. അതിലൊരു ഗുണം, നമ്മുടെ ഭാഷ നമ്മൾ എഴുതിയത് നമ്മൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെയല്ലല്ലോ, കുറച്ചും കൂടെ നന്നാക്കാമല്ലോ എന്ന് തോന്നും. ചില തെറ്റുകൾ അറിയാതെ വരുന്നത് നമുക്ക് തിരുത്താനും സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭാഷാ പെശകുകൾ വരുത്തുന്നുണ്ട് എന്നറിയാമോ? അറിയില്ലായിരിക്കും. കാരണം മനഃപൂർവ്വം അല്ലല്ലോ ചെയ്യുന്നത്. കേൾക്കുന്നവർക്ക് പിന്നെ മനസ്സിലാവും. ഞാൻ പറയുന്നതിലുള്ള തെറ്റുകൾ കേൾക്കുന്നവർ ശ്രദ്ധിച്ചാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകും എന്നുള്ളതല്ലാതെ നമുക്കറിയില്ലായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭാഷാപരമായ തെറ്റുകൾ
വരുത്തുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ വരുത്താതെ കുറച്ചും കൂടെ നല്ല ഭാഷയിൽ പ്രസംഗിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നല്ല വായനാശീലം ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ബൈബിളാണ് നല്ല പുസ്തകം, ഒരുപാട് വായിക്കുക. ബൈബിൾ മാത്രമല്ല, നല്ല എഴുത്തുകാരുടെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. ആത്മീയമായ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ഇനി ആത്മീയം മാത്രമല്ല, ചരിത്ര പുസ്തകങ്ങൾ, നല്ല കഥാപുസ്തകങ്ങൾ, വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധീകരിയ പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ സമയം എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷ നന്നാവും. കൂടുതൽ ഭാഷ നന്നാവുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി നല്ല ഭാഷയിൽ പല കാര്യങ്ങൾ ചെയ്യാൻ, നമുക്ക് നന്നായി ചെയ്യാൻ നമുക്ക് സാധിക്കും. വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നന്നായി നല്ല ഭാഷയിൽ പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അതെവിടെയാണെങ്കിലും അത്, നമ്മുടെ ഇടയിലും അത് അറിയപ്പെടുന്ന നല്ല പ്രസംഗകർ, അവരൊക്കെ ഒരുവിധം നല്ല ഭാഷ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം, ശ്രദ്ധിച്ചാണ് വാക്കുകൾ പറയുന്നത്, തെറ്റുകൾ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ തന്നെ നന്നാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിൽ ഒക്കെ ആരാ നല്ല ഭാഷയിൽ പ്രസംഗിക്കുന്ന? ക്രൈസ്തവരെ വിടാം, അക്രൈസ്തവരാരാ? രാഷ്ട്രീയത്തിലൊക്കെ നന്നായി പ്രസംഗിക്കുന്നവരാരാ ഉള്ളത്? സുകുമാരഴിക്കോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇല്ലല്ലോ. ആരാ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ, യൂട്യൂബിലൊക്കെ അടിച്ച് ആർക്കും കേൾക്കാമല്ലോ. തിരക്കേടില്ലാത്ത നല്ല പ്രസംഗ ശൈലിയാണെന്ന് തോന്നുന്നു. വേറെ ആരാ? സുനിൽ പി ഇളയിടം കേട്ടിട്ടുണ്ടോ? വല്ലപ്പോഴും ഒന്ന് കേട്ടോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വിശ്വാസി അല്ലെങ്കിലും. സുനിൽ പി ഇളയിടം, അദ്ദേഹം ശരി, പുള്ളി ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാ? വിശ്വാസിയല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. മാർക്സിസം ഓരോ വാചകത്തിലും എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ടാകും. സാരമില്ല, നമുക്കൊന്ന് മനസ്സിലാക്കി ചെയ്താൽ മതിയല്ലോ. ഭാഷ, അയാൾ മലയാളം പ്രൊഫസറാണെന്ന് തോന്നുന്നു അല്ലേ? മലയാള അധ്യാപകനല്ലേ? എനിക്ക് തോന്നുന്ന കാലടിയിലെ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറോ മറ്റോ ആണ്. എം.എൻ. കാരശ്ശേരി അല്ലേ? എം.എൻ. കാരശ്ശേരി മാഷ് പ്രസംഗം നല്ല മലയാള ഭാഷാപരമായിട്ട് നല്ലതാണ്. പുള്ളി ഒരു ഗാന്ധിയനൊക്കെയാണ്, അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല. എങ്കിലും നമ്മളിപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേൾക്കുന്നത്, അവർ പറയുന്നത് വിശ്വസിക്കാനൊന്നും അല്ലല്ലോ. ഭാഷ എങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നു, സുന്ദരമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് അറിയാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. വിശ്വാസികളായിട്ടുള്ളവർ നമ്മുടെ ഇടയ്ക്ക് കേരളക്കരയിൽ മലയാളം പ്രസംഗിക്കുന്നവരാരൊക്കെയാണെന്ന് വല്ലതും പറയാനുണ്ടോ? നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ട്, നമ്മുടെ പ്രസംഗികളായ സഹോദരന്മാരുണ്ട്. അല്ലാതെ ചേയ്സ് ജോസഫ് അല്ലേ? ജോൺ മാത്യു, ചാണ്ടപ്പിള്ള ഫിലിപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മധ്യത്തിലുള്ള ഉപദേഷ്ടാക്കന്മാരെ വിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ല. അവരെന്താണ് പഠിപ്പിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടി അവർ പറയുന്നത് കേൾക്കാം വേണമെങ്കിൽ കേൾക്കാമെന്നല്ലാതെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഭാഷ, ദൈവവചനം, സുവിശേഷം നന്നായി നല്ല ഭാഷയിൽ സംസാരിക്കുന്നവർ, ഏതോ അച്ഛന്മാരൊക്കെ ഉണ്ട്, എനിക്ക് പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, നന്നായി പ്രസംഗിക്കുന്നവരുണ്ട്. എൻ്റെ പോയിൻ്റ് ഇതാണ്, നന്നായി പ്രസംഗിക്കുന്നവരുടെ പ്രസംഗങ്ങൾ കേട്ട് അത് ആ ഒരു ഭാഷ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ച്, ആ ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് പഠിക്കാനായിട്ട്. അതെ അതെ അതെ, നമ്മുടെ ഉദ്ദേശം കൃത്യമായിട്ട് ഇരിക്കണം. നല്ല സാഹിത്യം വായിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് ബൈബിളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്? ന്യൂസ് പേപ്പർ വായിക്കലിപ്പോൾ ഇല്ലായിരിക്കും ആർക്കും അല്ലേ? മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉണ്ടോ? ഉണ്ട്. വായിക്കുന്നവർക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ മലയാളത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ ഈ ന്യൂസ് പേപ്പറിലും വരും. എങ്കിലും തെറ്റുകൾ ഏറ്റവും കുറച്ച് വരുന്നത് എവിടെയാണെന്നറിയാമോ? ഏത് പേജിലാണെന്നറിയാമോ? അതെ, പ്രസാധകക്കുറിപ്പ് എഡിറ്റോറിയൽ എഴുതുന്ന ആ പേജുണ്ടല്ലോ, അവിടെയും ഫ്രണ്ടിലെ പേജിലും വലിയ തെറ്റുകൾ വരാതിരിക്കാൻ സാധാരണ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഭാഷ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ പേജുകളൊക്കെ
വായിക്കുന്നത്. ഇനിയിപ്പോൾ പേപ്പർ വായിക്കുന്നവരല്ലെങ്കിൽ എവിടെന്നെങ്കിലും പോയി 10 പഴയ പേപ്പർ മേടിച്ചാലും ഈ സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, പ്രയോജനം ചെയ്യും. റേഡിയോയിൽ പ്രഭാഷണങ്ങൾ ചെയ്യുന്നതും ടെലിവിഷനിലെ ഭാഷകളൊക്കെ ഇപ്പോൾ വളരെ അധപ്പതിച്ചു പോയി. എൻ്റെ അത് ഒരുപാട് തെറ്റുകൾ വരുത്തുന്ന അങ്ങനെ ഒരു നിലവാരമുള്ളവരല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ റേഡിയോ ഒരുപക്ഷെ ആ നിലവാരം നിലനിർത്തുന്നുണ്ടായിരിക്കും. അല്ല, റേഡിയോ എന്ന് പറഞ്ഞാലും ഓൾ ഇന്ത്യ റേഡിയോ പോലുള്ളതേ പറ്റുള്ളൂ, അല്ലാതെ മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പം അവരുടെ പുറകെ പോകരുത്. അവരുടെ ശൈലി നമുക്ക് നല്ലതല്ല. അപ്പോൾ ഏതായാലും ഞാൻ പോയിൻ്റ് ഇതാണ്, നിങ്ങൾ വായിക്കുന്ന സ്വഭാവമുള്ളവരല്ലെങ്കിൽ, ബൈബിൾ മാത്രമല്ല, ബൈബിളാണ് ഏറ്റവും പ്രധാനം, ബൈബിള് മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ പതിവായി നല്ല സാഹിത്യം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ഭാഷ നന്നാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അങ്ങനെ ഉള്ള പുസ്തകങ്ങൾ വാങ്ങുകയോ വായിക്കുകയോ, നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറിയിലൊക്കെ കാണും, വായനശാലകളെ കൊണ്ട് ആരും വായിക്കാതെ വെറുതെ ഇരിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ അടുത്തുള്ള വായനശാലയിലൊക്കെ കാണും. അവിടെ പോയി വളരെ എളുപ്പം മെമ്പർഷിപ്പ് എടുക്കുകയും നമുക്ക് പുസ്തകം എടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്യാം. വായനാശീലം വളർത്തേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കൊക്കെ. സഭയുടെ പുസ്തകശാല ഏറ്റവും അധികം ഉപയോഗിക്കണം എന്ന് ഞാനിങ്ങനെ ഒന്ന് എഴുതി വച്ചിട്ടുണ്ട്. സഭയിൽ പുസ്തകശാല ഉണ്ടോ, ലൈബ്രറി ഉണ്ടോ സഭകളിലൊക്കെ? ചർച്ചുകളിലൊക്കെ നല്ല ലൈബ്രറി ഉണ്ടായിരിക്കുന്നത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളൊക്കെ കോഴിക്കോട് സഭ തുടങ്ങിയ കാലത്ത് കൂടി വരാനായിട്ട് സ്ഥലമൊന്നും ഇല്ലായിരുന്നപ്പോൾ ഒരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, ട്രങ്ക്. ഒരു ഇരുമ്പ് പെട്ടിക്കകത്ത് പുസ്തകങ്ങൾ വെച്ച് അത് ഒരു ലെൻഡിങ് ലൈബ്രറി വാടകയ്ക്ക് എടുത്ത് വായിച്ച് തിരിച്ചു വയ്ക്കാവുന്ന ഒരു പുസ്തകാലയം സൂക്ഷിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാനിതൊക്കെ പറയുന്നത് വെറുതെ പറയുകയല്ല. നിങ്ങളുടെ സഭയിൽ ലൈബ്രറി ഇല്ലെങ്കിൽ ഒരു ലൈബ്രറി തുടങ്ങുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അതിനാളുകളെ പ്രോത്സാഹിപ്പിക്കുക, വായിക്കുക. അതൊരു ഡിസൈപ്പിൾ മേക്കിങ്ങിൻ്റെ ഒരു ഭാഗമായി തന്നെ എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ പറയും, ആശയം മനസ്സിലായാൽ മതിയല്ലോ, എന്താ ഇപ്പം ഇത്ര ഭാഷയെക്കുറിച്ചൊക്കെ ഇത്ര ചിന്തിക്കാൻ എന്താ ഉള്ളത് എന്ന് പറയും. അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? ഭാഷയെന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലായാൽ മാത്രം മതിയോ? ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ മിക്കവാറും പറയുന്നത് മനസ്സിലായാൽ മതിയല്ലോ ബ്രദറെ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു ഒഴികഴിവായിട്ടാണ് ആളുകൾ പറയുന്നത്. അത് മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ആശയം കൃത്യമായി, ഭംഗിയായി, അനായാസമായി മനസ്സിലാക്കണം എന്നുള്ള ആ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നന്നാവണം എന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം. നമുക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയാൽ എന്താണ് അതുകൊണ്ട് എന്ത് സാധിക്കണം? ആ കാര്യം കൃത്യമായ വാക്കുകളിൽ പറയാൻ സാധിക്കണം. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതങ്ങ് ശരിയായി മനസ്സിലായിട്ടില്ല എന്നാണ്. അതെ, പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞ് ഒരു പ്രസംഗത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പറയാം, പക്ഷേ ആവശ്യമില്ലാത്ത പറയും. അപ്പോൾ ഇനിയുള്ള സമയം ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഭാഷയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ സാധാരണ വരുത്തുന്ന, ദൈവം അനുവദിച്ചാൽ പിന്നീടൊരു ക്ലാസ്സിൽ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് അതൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രദർ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ്. വനം നശിപ്പിക്കുന്നതിന് എന്താണ് മലയാളം? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ചും കൂടെ നന്നായിട്ട്. ഈ വനനശീകരണം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടു, പുസ്തകത്തിലൊക്കെ എഴുതി, ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടു, വലിയ വലിയ ആൾക്കാർ പ്രസംഗിക്കുന്നു, റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ കേൾക്കുന്നു. പക്ഷേ വളരെ കണിശമായ ഗ്രാമർ അനുസരിച്ച് പറഞ്ഞാൽ ആ വാക്ക് തെറ്റാ. കരണം എന്നല്ലേ അവസാനം? വനനശീകരണം. കരണം എന്ന് പറഞ്ഞാൽ എന്താ? കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതാക്കി തീർക്കുക എന്നാണ് വനനശീകരണം.
കരണം എന്ന് പറഞ്ഞാൽ എന്താണോ അതിന് മുമ്പ് പറഞ്ഞാൽ അത് ആക്കി തീർക്കുക. ഉദാഹരണത്തിന് വനത്തിനെ നാശമാക്കി തീർക്കുകയല്ലല്ലോ, വനത്തിനെ മാറ്റി നാശമാക്കുകയാണോ? അല്ല. ഞാൻ പറയാം ഒരു ഉദാഹരണം. ഭസ്മീകരണം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഭസ്മീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഭസ്മമാക്കി തീർക്കുക എന്ന ഒരു സാധനത്തെ എടുത്തിട്ട് കത്തിച്ച് അതിനെ ഭസ്മമാക്കുന്നതിനാണ് ഭസ്മീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരണം എന്നുള്ളതല്ല അവിടെ പ്രയോഗിക്കേണ്ട വാക്ക്. ഞാൻ വായിച്ചതിൽ നിന്ന് ശരിയായ വാക്ക് വനനാശനം എന്നാണ്. വനം നശിപ്പിക്കുന്ന പ്രവൃത്തിക്ക് വനനാശനം എന്നാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം മറ്റേ സാധനം ഒരുപാട് പ്രയോഗത്തിലുള്ളത് കൊണ്ട് വനനാശനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവാത്ത സ്ഥിതിയായിപ്പോയി. ചിലപ്പോൾ അങ്ങനെ തെറ്റുകളിങ്ങനെ അതിലംഘിച്ച് ഓവർടേക്ക് ചെയ്ത് സ്ഥലം വിഴുങ്ങിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് ഓർക്കാതെ പറയുകയല്ല ചെയ്യുന്നത്. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു എങ്കിലൊരു സമ്മേളനത്തിലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നുമോ? ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് അല്ലേ? പക്ഷേ ഈ കരണം അവിടെ ഇല്ല, പ്രതിനിധീകരണം അവിടെ ഇല്ല. കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഷകൾ പുതിയ പുതിയ വാക്കുകൾ ഈ കരണം ചേർത്ത് ഉണ്ടാക്കുന്ന വാക്കുകളെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. ഇത് വ്യാകരണ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വ്യാകരണ പുസ്തകത്തിൽ എഴുതിയതിന് കറക്റ്റായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. എന്താണ് ഗാന്ധിജി ചെയ്തത്? ഗാന്ധിജി ഇന്ത്യയുടെ പ്രതിനിധിയായി. ഇതാ അവിടെ ചെയ്തത്. അല്ലെങ്കിൽ ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു, അല്ല പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനനാശനം നിങ്ങൾ കേട്ടിട്ടില്ല, വനനശീകരണമാണ് കേട്ടത്. അതുകൊണ്ട് അതാണ് ശരിയെന്ന് തോന്നും. അങ്ങനെ ഉള്ള ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ പ്രതിനിധീകരിക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രതിനിധാനം ചെയ്യുക, പ്രതിനിധികളായിരിക്കുക എന്നുള്ളതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുന്നതിന് നല്ലതാണ് എന്ന് വിചാരിക്കുന്നു. വിരോധാഭാസം എന്ന് കേട്ടിട്ടുണ്ടോ? വിരോധാഭാസം എന്താണ്? വിരോധാഭാസം വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു വാചകം പറയാമോ? ഒരു വിരോധാഭാസം പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആഭാസം പറയാൻ പാടില്ല. ഗവൺമെൻറ് തന്നെ കുപ്പിയുടെ പുറത്ത് ഇത് മദ്യം വിഷമാണെന്ന് എഴുതിയിട്ട് അതേ മദ്യത്തെ ശാലകളിൽ വിറ്റ് പണം ഉണ്ടാക്കുന്നു. അതൊരു വിരോധാഭാസമാണ് അല്ലേ? ആണോ? ആഭാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആഭാസം എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തോന്നിപ്പിക്കുക എന്നാണ്. അപ്പോൾ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ആ ഒരു വൈരുദ്ധ്യമാണെന്ന് തോന്നിപ്പിക്കുക. ഇപ്പം മദ്യക്കുപ്പിയിൽ അതാണോ നടക്കുന്നത്? അവിടെ അതല്ല നടക്കുന്നത്. അവിടെ വിരോധം വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുകയല്ലാതെ ശരിക്കും ഒരു വൈരുദ്ധ്യമാണ്. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം എന്നല്ല, വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ്. അതാ സർക്കാർ ചെയ്യുന്നത്. അല്ലല്ല, വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നില്ല. വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നില്ല. ഗവൺമെൻറ് ഇത് വിൽക്കുമ്പോൾ നല്ല സാധനമാണെന്നല്ലേ? എന്നാൽ അതേസമയം അതിൽ തന്നെ എഴുതിയിരിക്കുന്നു ഇത് വിഷമാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അതൊരു വിരോധാഭാസമല്ല, അതൊരു സാക്ഷാൽ വിരോധമാണ്, വൈരുദ്ധ്യമാണ്, ആഭാസമല്ല. ആ പദം അവിടെ പറ്റില്ല. എനിക്കറിയാം, ഞാനീ പറയുന്നതുകൊണ്ട് ഇപ്പോൾ നാട് മാറുമൊന്നുമില്ലെന്നറിയാം. എങ്കിലും വ്യാകരണം അതാണ്. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ. പിന്നെ
വ്യാകരണം. നമുക്ക് ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സമയം കഴിയാറായി, അതുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഈ സഭയിലൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ വി കെ ജോസഫറിന് എന്താ ചെയ്യുന്നത്? വി കെ ജോസഫറിന് ഇവിടെ വന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? MC അല്ലേ? എന്താ ഈ MC എന്ന് പറഞ്ഞാൽ മലയാളമാണോ ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷാണ്. MC. എൻ്റെ സ്പെല്ലിംഗ് എന്താ? MC. അത്രയേ ഉള്ളൂ, 2 അക്ഷരമേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? എങ്ങനെ എമ്മും സിയും എന്താണ്? M എന്താ? C എന്താ? മീറ്റിംഗ് ഇൻ ചാർജ്. അപ്പോൾ I ഇല്ല അല്ലേ? മീറ്റിംഗ് ചാർജ് എന്നാണ്. മാസ്റ്റർ ഓഫ് ചെയർ എന്നാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയില്ലെന്ന്. ആർക്കും അറിയില്ലെന്നല്ല, അറിയാവുന്ന ഒരാൾ പുറയെന്ന് പറഞ്ഞു, വേറെ അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കുന്നവർ കാണും. മാസ്റ്റർ ഓഫ് സെറിമണി എന്നാണ്. അപ്പം ഇതിപ്പോൾ കുറച്ച് കാലമായുള്ളൂ ഈ MC ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് അധ്യക്ഷൻ എന്നാണ് പറയാറ്. ഇതിപ്പോൾ ഈ MC ആക്കി. എന്തിനാ ഇവിടെ ഇല്ലാത്തൊരു സാധനമാണോ അതിനെ MC ആക്കി? എവിടെ നിന്നോ ഇംഗ്ലീഷിൽ നിന്ന് 2 വാക്ക് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അർത്ഥം അറിയാതെ പൊട്ടന്മാരാവേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ വേറൊരു പ്രമാണമുള്ളതേ, 2 ഭാഷകൾ മിക്സ് ചെയ്യാതിരിക്കുക. മണിപ്രവാളം, അങ്ങനെ 2 ഭാഷകൾ മിക്സ് ചെയ്യാതിരിക്കുന്നത് ആ ഭാഷയ്ക്ക് നല്ലതെന്ന് പറയും. അത് വലിയ വിഷമമാണ് നമുക്ക് മലയാളത്തിലൊക്കെ പറയാൻ. ആരാണ്ട് പറഞ്ഞ പോലെ മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുവാൻ വളരെ ഡിഫിക്കൽട്ടാണ്. സമയമായി, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമുക്ക് ശ്രമിക്കണം. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഉന്നതമായ സന്ദേശം, മധുരമായ സന്ദേശം, സുവാർത്ത ഏറ്റവും നല്ല മലയാളത്തിൽ പറയാൻ മലയാളികളായ നമുക്ക് പരിശ്രമിക്കണം. ദൈവം നമ്മെ സഹായിക്കും.